OJ ജനീഷ് മാധ്യമങ്ങളെ കാണും തത്സമയം. വളരെ ഗൗരവകരമായ ഒരു കാര്യം കൂടിയാണ്. ഇതിൽ ആസൂത്രിതമായ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അവരെ തെറ്റുപറയാൻ സാധിക്കില്ല. കാരണം ഈ റാങ്ക് ലിസ്റ്റിന്റെ ഭാഗമായി സർവീസിൽ കയറിയ ഒന്നാം റാങ്കുകാരൻ ഇടത് സംഘടനയുടെ സജീവ പ്രവർത്തകനും നേതാവുമായ ഒരാൾ കൂടിയാണ്. വിവരാവകാശ നിയമപ്രകാരം നടത്തിയ അപേക്ഷയും അപ്പീലും PSC തള്ളിക്കളഞ്ഞതും അതിനുശേഷം ആലപ്പുഴ മുഹമ്മ സ്വദേശിയായ VS ജയലാൽ അതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ കമ്മീഷനിലേക്ക് പരാതിയുമായി പോവുകയും അങ്ങനെ അത്തരമൊരു ഘട്ടത്തിലാണ് ഉത്തരക്കടലാസിന്റെ പകർപ്പ് നൽകാൻ വിവരാവകാശ കമ്മീഷൻ ഇടപെടുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് PSC ഈ ഉത്തരക്കടലാസ് നൽകാൻ വേണ്ടി തയ്യാറായത്. അവിടെയാണ് 10 ഉത്തരങ്ങൾക്ക് മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം പുറത്തു വരുന്നത്. അപ്പോൾ 10 ഉത്തരങ്ങൾക്ക് മൂല്യനിർണ്ണയം നടത്തിയിരുന്നെങ്കിൽ ഈ റാങ്ക് പട്ടികയിൽ സ്വാഭാവികമായും ഒരു വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് ഉദ്യോഗാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും വലിയ ആശങ്ക ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. PSC പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണം, ഉത്തരക്കടലാസിന് വേണ്ടി അപേക്ഷിക്കണം എന്നുള്ളതാണ് നിയമം. എന്നാൽ എത്ര കാലത്തിനുള്ളിൽ ഉത്തരക്കടലാസ് നൽകണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല. പലപ്പോഴും ഈ ഒരു അവസരം മുതലെടുത്ത് 15 ദിവസത്തിനുള്ളിൽ അപേക്ഷിച്ചാലും 1 വർഷവും അതിനപ്പുറത്തേക്കും നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അത് നിയമനം നൽകിയ ആളുകളുടെ നിയമനത്തെ സാധുവൽക്കരിക്കുന്നുള്ള സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ തന്നെ 1 വർഷക്കാലം നീണ്ടു നിന്ന പോരാട്ടത്തിനൊടുവിലാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ഉത്തരങ്ങൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ നിയമനം നേടിയ ആളുകളെ സംബന്ധിച്ച് മുഴുവൻ ഉത്തരങ്ങളും പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ നിലവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട റാങ്ക് പട്ടികയുടെ അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ച ആളുകളുടെ നിയമനം റദ്ദ് ചെയ്യണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട്. സമാനമായി തന്നെ KAS-ലും സമാനമായ നിരവധി പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. KAS-ലും ഇൻഫർമേഷൻ ഓഫീസർ PRD-യുമായി ബന്ധപ്പെട്ടും പ്ലാനിംഗ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒട്ടനവധിയായ പരാതികൾ നിലനിൽക്കുന്നു. നമുക്കറിയാം, പോലീസിന്റെ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്ന ആദ്യഘട്ടത്തിൽ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ശിവരഞ്ജിത്തും നസീമും എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കന്മാർക്ക് പോലും ചോദ്യപേപ്പർ നേരത്തെ ചോർന്നു കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരങ്ങൾ എഴുതുകയും റാങ്ക് പട്ടികയിൽ 1-ാം റാങ്കും 2-ാം റാങ്കും ഒക്കെ കരസ്ഥമാക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ആദ്യഘട്ടത്തിൽ പോലും PSCയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്ത ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് മുതലുണ്ടായിട്ടുള്ള പല പരീക്ഷകളിലും സമാനമായ രീതിയിൽ തന്നെ PSCയിൽ നിന്നുള്ള ഇടപെടലുകൾ, ദുരൂഹമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇന്ന് ഉദ്യോഗാർത്ഥികൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഇത് വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് വർഷങ്ങളോളം പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്ത് PSC പരീക്ഷ എഴുതി ആ റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കപ്പെട്ട് അഡ്വൈസ് മെമ്മോയ്ക്ക് വേണ്ടി കാത്തുനിന്ന് പലപ്പോഴും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തട്ടി നിന്ന് അഡ്വൈസ് മെമ്മോ കിട്ടാതെ ദിവസങ്ങളും മാസങ്ങളുമൊക്കെ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനടക്കമുള്ള കഠിനാധ്വാനം ചെയ്ത് അതിൻ്റെ ഒക്കെ ഭാഗമായി കൂടി കഷ്ടപ്പെടേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 10 വർഷക്കാലമായ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എന്നെ സമീപ ദിവസങ്ങളിലൊക്കെ കാണാൻ വേണ്ടി വരാറുള്ളത്, ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്, ഞങ്ങളെയൊക്കെ വന്ന് കാണുന്നതും PSC ഉദ്യോഗാർത്ഥികളാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഈ ഒരു ആശങ്ക പങ്കുവച്ചു. അദ്ദേഹത്തെയും വന്ന് കാണുന്നതെല്ലാം മഹാഭൂരിപക്ഷവും PSC ഉദ്യോഗാർത്ഥികളാണ്. അതിനർത്ഥം കേരളത്തിലെ ഒരു വലിയ നിര ചെറുപ്പക്കാർ വളരെയധികം കാലം കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായിട്ടും PSCയുടെ നിയമനങ്ങൾ ലഭിക്കാത്തതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ അധ്വാനത്തിന്, അവരുടെ പഠനത്തിന്, അതിനൊന്നും യാതൊരു വില കൽപ്പിക്കാത്ത ഒരു സമീപനം PSC പോലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നിലപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പരീക്ഷകളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഴുവൻ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന ആശങ്ക ഞങ്ങളും പങ്കുവെക്കുകയാണ്. ഈ ആശങ്ക ഏതെങ്കിലും രീതിയിൽ പരീക്ഷ എഴുതി ഉന്നതമായ വിജയം മന്ത്രി OJ ജനീഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. PSC പരീക്ഷ ക്രമക്കേടിലടക്കം ഉള്ള ആശങ്കകൾ പറയുകയായിരുന്നു മന്ത്രി OJ ജനീഷ്.